ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിന്റെ അടുത്ത പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആക്സിലറേഷൻ മുതലാണ്. അതിന് മുമ്പുള്ള പാർട്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ വീഡിയോ എടുത്ത് കാണുക. അപ്പൊ ആക്സിലറേഷൻ, ഇമാജിൻ ദാറ്റ് യു ആർ സിറ്റിംഗ് ഇൻ എ ബസ്. നിങ്ങളൊരു ബസ്സിൽ ഇരിക്കുന്ന പോലെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. When the bus starts and move forward in a straight line, doesn't the velocity change? നമ്മൾ ബസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അത് സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്നു, അതിന്റെ വെലോസിറ്റി ചേഞ്ച് ആവോ? ഉറപ്പായിട്ടും വെലോസിറ്റി ചേഞ്ച് ആവും. ദ ഡേറ്റ റിലേറ്റഡ് ടു ദ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ഓഫ് ദ ബസ് ഈസ് ഗിവൺ ബിലോ. ഒരു ബസിന്റെ സ്ട്രെയിറ്റ് ലൈൻ മോഷന്റെ ഡീറ്റെയിൽസ് ആണ് ഈ താഴെ കൊടുത്തിട്ടുള്ളത്. അനലൈസ് ഇൻഫോർമേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഈ ഇൻഫോർമേഷൻ നോക്കിയിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. ഇവിടെ നോക്കിക്കേ, ആക്സിലറേറ്റർ ഈസ് എ മെക്കാനിസം ഇൻ വെഹിക്കിൾ ടു ഇൻക്രീസ് ദെയർ വെലോസിറ്റി. വെഹിക്കിളിലെ ആക്സിലറേറ്റർ നമുക്കറിയാം. ഈ ആക്സിലറേറ്റർ ഇങ്ങനെ കൂട്ടി കൊടുക്കുമ്പോൾ വെഹിക്കിളിന്റെ എന്തും കൂടുതൽ നമുക്ക് തോന്നും സ്പീഡ് കൂടില്ല. ആക്സിലറേറ്റർ കൂട്ടുമ്പോൾ സ്പീഡ് കൂടും. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആക്സിലറേറ്റർ ഈസ് എ മെക്കാനിസം ഇൻ വെഹിക്കിൾസ്. വെഹിക്കിൾസിലെ ഒരു മെക്കാനിസം ആണ് ആക്സിലറേറ്റർ എന്ന് പറയുന്നത്. അത് എന്തിന് ഹെൽപ്പ് ചെയ്യും? ഇൻക്രീസ് ദർ വെലോസിറ്റി. വെഹിക്കിളിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ, വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മെക്കാനിസം ആണ് ആക്സിലറേറ്റർ. പഠിച്ചൊക്കെ ചിലപ്പോൾ ചോദിക്കാം. അതിനുശേഷം ദ ഡേറ്റ റിലേറ്റഡ് ടു ദ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ, നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞായിരുന്നു. ബസിന്റെ സ്ട്രെയിറ്റ് ലൈൻ മോഷന്റെ ഡേറ്റ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്യാം. When the bus travels from A to B, the velocity at A is. എയിൽ നിന്ന് ബിയിലേക്കാണ് ബസ് ട്രാവൽ ചെയ്യുന്നത്. എ ഇവിടെ, ബി ഇവിടെ. അപ്പൊ എയിലുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി. തുടക്കമുള്ള വെലോസിറ്റി അല്ലേ? ആദ്യത്തെ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി. ഇപ്പൊ എത്തി നിൽക്കുന്ന പോയിന്റിലുള്ള വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി. അപ്പൊ ഇവിടെ നോക്കിക്കേ, ബസ് റെസ്റ്റിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. കണ്ടോ, വെലോസിറ്റി ഇവിടെ 0 ആയി. അതിന്റെ അർത്ഥം എന്താ? ബസ് റെസ്റ്റിലായിരുന്നു. ബസ് എന്താണ്? റെസ്റ്റിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ വെലോസിറ്റി അറ്റ് ബി ഈസ്, വെലോസിറ്റി അറ്റ് എ ഇനിഷ്യൽ ആണെങ്കിൽ എത്തി നിൽക്കുന്ന പോയിന്റിലെ വെലോസിറ്റി എന്താണ്? ഫൈനൽ വെലോസിറ്റി. ബിയിലാണ് എത്തി നിൽക്കുന്നത്, അപ്പൊ ഫൈനൽ വെലോസിറ്റി ബി. വൈൽ കൺസിഡറിംഗ് ദ മോഷൻ ഫ്രം ബി ടു സി, ബിയിൽ നിന്ന് സിയിലേക്കുള്ള മോഷനാണ് ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പം ബി എന്താവും? ഇനീഷ്യൽ ആവും. സി എന്താവും? ഫൈനൽ ആവും. ഇനിഷ്യൽ വെലോസിറ്റി ബിയില്, ഫൈനൽ വെലോസിറ്റി സി. വെലോസിറ്റി അറ്റ് ബി ഈസ്, ബിയിലുള്ള വെലോസിറ്റി എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി. ഓക്കെ, അടുത്ത കംപ്ലീറ്റ് ദ ടേബിൾ യൂസിംഗ് ദ ഡേറ്റ ഓഫ് മോഷൻ ഓഫ് ദ ബസ്. നമുക്ക് ഈ ടേബിൾ ഫില്ല് ചെയ്യണം. ഈ ഒരു ഫിഗർ നോക്കിയിട്ട് ടേബിൾ ഫില്ല് ചെയ്യണം. പാത്ത് ട്രാവൽഡ് ബൈ ദ ബസ് സഞ്ചരിച്ച പാത്ത് ഇൻ ഈച്ച് സ്റ്റേജ്, ഇനിഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി. ഇനിഷ്യൽ വെലോസിറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? യു. സ്മോൾ ലെറ്റർ യു ആണ് ഇനിഷ്യൽ വെലോസിറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ. ഫൈനൽ വെലോസിറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ വി. ചേഞ്ച് ഇൻ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി. അപ്പൊ ചേഞ്ച് ഇൻ വെലോസിറ്റി കണ്ടുപിടിക്കാൻ എങ്ങനെയാ? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി, അതായത് ബി മൈനസ് യു. അത് കഴിഞ്ഞിട്ട് ടൈം ടേക്കൺ ഫോർ ചേഞ്ച് ഇൻ വെലോസിറ്റി. ആ വെലോസിറ്റിക്ക് ഉണ്ടാവുന്ന മാറ്റത്തിനെടുത്ത സമയം, വെലോസിറ്റി മാറാനെടുത്ത സമയമാണ് ഇവിടെ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡിലുള്ള വെലോസിറ്റിയുടെ ചേഞ്ച്. ഒരു സെക്കൻഡിലുള്ള വെലോസിറ്റിയുടെ ചേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ഓക്കെ, എ ടു ബി. ഈ ഫിഗർ നോക്കിക്കേ, എ ടു ബിയിലേക്ക് പോകുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി ഏതാണ്? 0. ഇനിഷ്യൽ വെലോസിറ്റി കൊടുത്തേക്കുന്നത് 0. ഫൈനൽ വെലോസിറ്റി 4 മീറ്റർ പെർ സെക്കൻഡ്. അപ്പം ചേഞ്ച് ഇൻ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? 0 ആണ് ഇനിഷ്യൽ, ഫൈനൽ 4 ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി 4 മൈനസ് 0 നമുക്ക് എന്ത് കിട്ടും? 4 കിട്ടും. ടൈം ടേക്കൺ 2 സെക്കൻഡ് ആണ്. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? 4 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 മീറ്റർ പെർ സെക്കൻഡ്. ഓൾറെഡി ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പഠിക്കേണ്ടതാണ് കേട്ടോ. ഇത് ചോദിക്കും. ചേഞ്ച് ഇൻ വെലോസിറ്റി കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കും. അതിനുശേഷം ഇതുപോലെ തന്നെ ബോക്സ് തന്നിട്ടും ഫില്ല് ചെയ്യാൻ ചോദിക്കാം, അല്ലാതെ ക്വസ്റ്റ്യൻസ് തന്നിട്ടും ഫില്ല് ചെയ്യാൻ ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് ഇനീഷ്യൽ വെലോസിറ്റി ബി ടു സി, ബിയിൽ നിന്ന് സിയിലേക്ക്. ഇനിഷ്യൽ വെലോസിറ്റി 4, ഫൈനൽ വെലോസിറ്റി 8. ഇനിഷ്യൽ വെലോസിറ്റി 4, ഫൈനൽ വെലോസിറ്റി 8. ബാക്കി ചേഞ്ച് ഇൻ വെലോസിറ്റി അപ്പൊ എന്താണ്? 8 മൈനസ് 4. ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി, അതായത് 4 കിട്ടി. ടൈം ടേക്കൺ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി 2 സെക്കൻഡ്സ് തന്നെ. റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുമ്പോൾ 4 ഡിവൈഡഡ് ബൈ 2. 4/2 എത്രയാണ്? 2 മീറ്റർ പെർ സെക്കൻഡ്. 4/2 ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരമാണ് 2 മീറ്റർ പെർ സെക്കൻഡ്. അതിനുശേഷം അടുത്ത സി ടു ഡി.
C2D 6 സെക്കൻഡ്സ് 4 സെക്കൻഡ്സ് എന്തായി മാറി 6 സെക്കൻഡ്സ് ആയി മാറി. അതായത് ഇവിടെ 2 സെക്കൻഡ്സിന്റെ വ്യത്യാസമുണ്ട്. ഇവിടെ എല്ലാത്തിലും എത്ര സെക്കൻഡ്സിന്റെ വ്യത്യാസമാണ്? 2 സെക്കൻഡ്സിന്റെ വീതം വ്യത്യാസമാണ് ഉള്ളത്. അപ്പൊ 4 സെക്കൻഡ് മുതൽ 6 സെക്കൻഡ് വരെ ആ വെഹിക്കിളിന് സംഭവിച്ച വെലോസിറ്റിയുടെ ചേഞ്ച് എത്രയാണ്? 12 മൈനസ് 8 ചെയ്യണം. 12 മൈനസ് 8 ചെയ്യുമ്പോൾ 4 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റിയുടെ ഡിഫറൻസ്. നമ്മൾ ഇനിഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി അല്ല ചെയ്യേണ്ടത്. നമ്മൾ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ചെയ്തു. 12 മൈനസ് 8 ചെയ്തു. ഇവിടെ ഒന്നുകൂടെ നോക്കാം. അപ്പൊ C2D ഇനിഷ്യൽ വെലോസിറ്റി 8 ആണ്, ഫൈനൽ വെലോസിറ്റി 12 ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി 12 മൈനസ് 8 ചെയ്തു. അപ്പൊ എനിക്ക് 4 കിട്ടി. ടൈം ടേക്കൺ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി എത്രയാണ്? 2 സെക്കൻഡ്സ് ആയിരുന്നു. അപ്പം റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ 4നെ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം, അതായത് 4 ഡിവൈഡഡ് ബൈ 2. 4 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടിയത്? 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അപ്പൊ ഒരു കാര്യം ശ്രദ്ധിച്ചോ, വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ത് മാത്രമേ ഉള്ളൂ? മീറ്റർ പെർ സെക്കൻഡ് മാത്രമേ ഉള്ളൂ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇത് ശ്രദ്ധിച്ചോണേ, വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആക്സിലറേഷൻ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് ആക്സിലറേഷൻ. അതായത് ഒരു യൂണിറ്റ് ടൈമിൽ വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത്. എന്താണ്? ഒരു യൂണിറ്റ് ടൈമിൽ വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ സെക്കൻഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഒരു സെക്കൻഡില് വെലോസിറ്റിക്ക് ഉണ്ടായ ചേഞ്ച്. ഒരു സെക്കൻഡിൽ വെലോസിറ്റി എത്ര ചേഞ്ച് ആയി, അതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഇസ് എ ചേഞ്ച് ഇൻ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജെക്ട് ഇൻ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിലുള്ള ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിയിൽ ഉണ്ടാവുന്ന മാറ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആക്സിലറേഷൻ. യൂണിറ്റ് ടൈമിൽ ആ ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എത്ര ചേഞ്ച് ചെയ്തു, അതിനെയാണ് ആക്സിലറേഷൻ എന്ന് വിളിക്കുന്നത്. ഓർ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ആക്സിലറേഷൻ തന്നെയാണ് എന്ത്? അപ്പൊ ഇങ്ങനെ ഒരു ഫില്ലപ്പ് ചോദിക്കാം. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് ഡാഷ് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ എന്താണ്? ആക്സിലറേഷൻ. ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. A is equal to V minus U by T. എല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആണ്. ഇതും പഠിക്കണം. ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ ചോദിക്കും. ആക്സിലറേഷൻ വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ആക്സിലറേഷനെ വെക്റ്റർ ക്വാണ്ടിറ്റി, അതും പഠിക്കണം. കാരണം എന്താണ്? വെലോസിറ്റി ഏത് ക്വാണ്ടിറ്റിയാ? വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പൊ ആക്സിലറേഷൻ എന്തേ ആവത്തുള്ളൂ? വെക്റ്റർ ക്വാണ്ടിറ്റി തന്നെ ആവുള്ളൂ. വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ എന്തുണ്ടായിരുന്നു? മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡയറക്ഷനും ഉണ്ട്. യു ഹാവ് കാൽക്കുലേറ്റഡ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ഓഫ് ദ ബസ് ഇൻ ഈച്ച് സെക്കൻഡ്. നമ്മൾ ഓരോ സെക്കൻഡിലുള്ള ബസ്സിനുണ്ടായ വെലോസിറ്റിയിലുള്ള വ്യത്യാസം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അതിനെ തന്നെയാണ് എന്തെന്ന് വിളിക്കുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ആക്സിലറേഷൻ ഓഫ് ദ ബസ്. ബസിന്റെ ആക്സിലറേഷൻ ആണ് ഓരോ സെക്കൻഡിലും ഉണ്ടാവുന്ന അതിന്റെ വെലോസിറ്റിയുടെ ചേഞ്ച്. അപ്പൊ ഇനി യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ കണ്ടുപിടിക്കണ്ടേ? യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ യൂണിറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ യൂണിറ്റ് ഓഫ് ടൈം. വെലോസിറ്റി ആയതുകൊണ്ട് മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിന്റെ യൂണിറ്റ്, ബൈ ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്സ്. അപ്പം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. A car is moving along a straight road with a velocity of 10 meter per second. കാറിന്റെ വെലോസിറ്റി കൊടുത്തിട്ടുണ്ട് 10 meter per second. It is given an acceleration of 5 meter per second. ആക്സിലറേഷൻ കൊടുത്തിട്ടുണ്ട് 5 meter per second. Calculate the velocity of the car after 2 seconds. 2 സെക്കൻഡ്സിന് ശേഷമുള്ള കാറിന്റെ വെലോസിറ്റിയാ കണ്ടുപിടിക്കേണ്ടത്. എന്തെല്ലാം ഉണ്ട്? വെലോസിറ്റി തന്നിട്ടുണ്ട്, ആക്സിലറേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇനിഷ്യൽ വെലോസിറ്റി U. ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറാണ്. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആക്സിലറേഷൻ എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി അടുത്ത ടൈം. ടൈം 2 സെക്കൻഡ്സിലുള്ളപ്പോൾ 2 സെക്കൻഡ് ഉള്ളപ്പോൾ അതിന്റെ വെലോസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ടൈം എത്രയാണ്? 2 സെക്കൻഡ്. അപ്പൊ ഫൈനൽ വെലോസിറ്റി നമുക്ക് ഈ 3 എപ്പോഴും ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഓർത്തോണം, ക്വസ്റ്റ്യന് തന്നിട്ടുള്ള ഡേറ്റാസ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് വേണം ആദ്യം ചെക്ക് ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഉണ്ട്, ഇവിടെ റിലേഷൻ നമുക്കുണ്ട്. ആക്സിലറേഷൻ നമുക്കറിയാം. ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? V മൈനസ് U ബൈ T. ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ബൈ ടൈം ആണ്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? ഫൈനൽ വെലോസിറ്റി ആണ്. നമുക്ക് V ആണ് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് ആരെയൊക്കെ തന്നിട്ടുണ്ട്? ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്, ഇനിഷ്യൽ വെലോസിറ്റിയും തന്നിട്ടുണ്ട്. അപ്പൊ ഈസി ആയിട്ട് ഈ ഒരു ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും.
അപ്പൊ ആക്സിലറേഷൻ 5 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട് 2 സെക്കൻഡ്. ഫൈനൽ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഫൈനൽ വെലോസിറ്റിയും തന്നിട്ടുള്ള ഡേറ്റാസും തമ്മിലുള്ള ഇക്വേഷൻ, അവർ തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. എന്താണ് റിലേഷൻ നമുക്കറിയാം. ആ റിലേഷൻ നമ്മൾ ആദ്യം ഇവിടെ എഴുതുക. അതിനുശേഷം നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇത് കണ്ടുപിടിക്കാം. അതായത് ഈ ടി ഡിനോമിനേറ്ററിന്റെ ഇവിടെ അല്ലേ, അത് ഇവിടെ ഇങ്ങനെ കൊണ്ടുപോവാം. AT ഇസിക്കൽ ടു വി മൈനസ് യു എന്ന് പറഞ്ഞു കിട്ടും. അതായത് വി മൈനസ് യു ഇസിക്കൽ ടു 80 എന്ന് കിട്ടും. ഇനി നമുക്ക് ആരെ കണ്ടുപിടിക്കുന്നത്? വി അല്ലേ കണ്ടുപിടിക്കണ്ടേ. അപ്പൊ വിനെ ഇവിടെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് യുവിനെ എന്ത് ചെയ്യണം? ഇപ്പുറത്ത് കൊണ്ടുപോകണം. മൈനസ് യു ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോ എന്താവും? പ്ലസ് യു ആവും. മൈനസ് യു ഇപ്പുറത്ത് വരുമ്പോ പ്ലസ് യു ആവും. അതേ ഉള്ളൂ. അതായത് 80 പ്ലസ് യു എന്ന് പറയും. നമ്മളത് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോ ഇതാണ് ഇക്വേഷൻ. വി ഇസിക്കൽ ടു യു പ്ലസ് 80. വി ഇസിക്കൽ ടു യു പ്ലസ് 80. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, വി ഇസിക്കൽ ടു യു പ്ലസ് 80, അതായത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഫൈനൽ വെലോസിറ്റി ഇസിക്കൽ ടു ഇനിഷ്യൽ വെലോസിറ്റി പ്ലസ് ആക്സിലറേഷൻ ഇൻറ്റു ടൈം. തന്നിട്ടുള്ള ഡേറ്റാസ് നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 10 പ്ലസ് 5 ഇൻറ്റു 2 ദാറ്റ് ഇസിക്കൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് കിട്ടി. വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞു. ടു കാൽക്കുലേറ്റ് ദ ഫൈനൽ വെലോസിറ്റി വി ക്യാൻ യൂസ് ദ ഇക്വേഷൻ. ഫൈനൽ വെലോസിറ്റി ആണ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ ചോദിച്ചെങ്കിൽ നമുക്ക് ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ട് എഴുതിയാൽ മാത്രം മതി. വി ഇസിക്കൽ ടു യു പ്ലസ് 80 എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈസി. ദ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജെക്ട് ചേഞ്ചസ് ഫ്രം 4 മീറ്റർ പെർ സെക്കൻഡ് ടു 28 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 4 സെക്കൻഡ്സ്. ഒരു ഒബ്ജക്ടിന്റെ വെലോസിറ്റി 4 മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും 28 മീറ്റർ പെർ സെക്കൻഡിലേക്ക് ചേഞ്ച് ചെയ്തു. എത്ര സമയം എടുത്ത് ചേഞ്ച് ചെയ്യാൻ? 4 സെക്കൻഡ്സ് എടുത്ത് ചേഞ്ച് ചെയ്യാൻ. അതിൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഉടനെ ഈസി. ആക്സിലറേഷന്റെ ഇക്വേഷൻ അങ്ങ് മനസ്സിൽ വന്നാൽ മതി. വി മൈനസ് യു ബൈ ടി ആണ് ആക്സിലറേഷന്റെ ഇക്വേഷൻ. അത് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മാത്രം മതി. ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസിലെല്ലാം ഉള്ളത്. സോ നോക്കാം. ദ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജെക്ട് ചേഞ്ചസ് ഫ്രം 4 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി എന്താ? 4 മീറ്റർ പെർ സെക്കൻഡ്. ഫൈനൽ വെലോസിറ്റി 28 മീറ്റർ പെർ സെക്കൻഡ്. ടൈം ടേക്കൺ 4 സെക്കൻഡ്സ്. ആക്സിലറേഷന്റെ ഇക്വേഷൻ എന്താ? വി മൈനസ് യു ബൈ ടി. Final velocity minus initial velocity by time. 28 minus 4 by 4. 24 by 4 that is equal to 6 meter per second square. വളരെ എളുപ്പമാണ്. ഇതാണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Have a look at the scene in the amusement park. List the instances in which acceleration occurs. അമ്യൂസ്മെന്റ് പാർക്കിൽ ഈ ഒരു പിക്ചർ ഒബ്സർവ് ചെയ്തിട്ട് ഈ പിക്ചറിൽ ഏതെല്ലാം സാഹചര്യങ്ങളാണ് ആക്സിലറേഷൻ ഉണ്ടാവുന്നത് നോക്കാം. ഈ ജയന്റ് വീല് കറങ്ങുമ്പോൾ ആക്സിലറേഷൻ ഉണ്ടാവുന്നുണ്ട്. കുട്ടി സ്ലൈഡിൽ നിന്ന് താഴോട്ട് സ്ലൈഡ് ചെയ്ത് വരുമ്പോൾ ആക്സിലറേഷൻ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ഡ്രോപ്പ് ടവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റൈഡ് ഉണ്ടല്ലോ, നമ്മൾ മുകളിലോട്ട് പോയിട്ട് നമ്മൾ താഴോട്ട് ഇങ്ങനെ ഇടുന്ന അതിലും ആക്സിലറേഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമുക്കിനി ഫൈൻഡ് ഇൻസ്റ്റൻസസ് ഓഫ് ആക്സിലറേഷൻ ഇൻ യുവർ ഡെയിലി ലൈഫ് ആൻഡ് റെക്കോർഡ് ദം ഇൻ ദ സയൻസ് ഡയറി. അപ്പൊ ഡെയിലി ലൈഫിലുള്ള ആക്സിലറേഷൻ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാ നോക്കാം. മോഷൻ ഓഫ് എ കോക്കനട്ട് ഫാളിംഗ് ഫ്രം എ കോക്കനട്ട് ട്രീ. ഒരു തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുന്നത് ആക്സിലറേഷൻ ആണ്. അതേപോലെ ഏതൊരു സാധനവും ഫ്രീലി ഫാളിംഗ് ആയിട്ട് ഏതൊരു സാധനവും താഴോട്ട് വീഴുന്നത് എന്താണ്? ആക്സിലറേഷൻ ആണ്. അത് നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞ് പഠിക്കും. നമ്മുടെ ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണില്ലേ, അപ്പൊ അപ്പോഴല്ലേ ന്യൂട്ടന് എന്ത് കണ്ടുപിടിച്ചേ? ഗ്രാവിറ്റി കണ്ടുപിടിച്ചത്. അപ്പം ഫാളിംഗ് ഓഫ് ആൻ ആപ്പിൾ എന്താണ്? ആ ഒരു ഇൻസ്റ്റൻസിൽ എന്ത് നടക്കുന്നുണ്ട്? ആക്സിലറേഷൻ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ വെൻ എ കാർ ഈസ് സ്പീഡിങ് അപ്പ്, ഒരു കാറ് അതിന്റെ സ്പീഡിങ്ങിനെ കൂട്ടി വരുമ്പോഴും ആക്സിലറേഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ സാഹചര്യങ്ങളെല്ലാം എന്തുണ്ടാവുന്നുണ്ട്? ആക്സിലറേഷൻ ഉണ്ടാവുന്നുണ്ട്. കാറ് സ്പീഡ് കൂട്ടി വരുന്നു, അതുപോലെ കോക്കനട്ട് ട്രീയിൽ നിന്ന് കോക്കനട്ട് താഴേക്ക് വീഴുന്നു, അതുപോലെ ആപ്പിള് താഴേക്ക് വീഴുന്നു. അതുപോലെ നമ്മൾ ഒരു സ്റ്റോൺ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് എറിയുന്നത് എന്താണ്? ആക്സിലറേഷൻ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. Can you think of some instances in everyday life where the velocity decreases? വെലോസിറ്റി ഡിക്രീസ് ചെയ്യുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചിട്ടുള്ള ഉണ്ട്. വെലോസിറ്റി ഡിക്രീസ് ചെയ്യുന്ന പല സാഹചര്യങ്ങളും നമ്മുടെ ഡെയിലി ലൈഫിലുണ്ട്. ഇവിടെ നമ്മൾ കാറിന്റെ സ്പീഡ് കൂടിയ കാര്യം പറഞ്ഞു. ഇനി നമ്മൾ കാറിന്റെ സ്പീഡ് കുറയ്ക്കുകയാണ്. നമ്മൾ ട്രാഫിക് സിഗ്നൽ എത്തുമ്പോ എന്ത് ചെയ്യും? കാർ സ്റ്റോപ്പ് ചെയ്യത്തില്ലേ? അവിടെ ഇപ്പൊ എന്തോ സംഭവിക്കുന്നത്? നല്ല സ്പീഡിൽ വന്നോണ്ടിരുന്ന കാറ് അതിന്റെ സ്പീഡ് കുറയുവാണ് ചെയ്യുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? വെലോസിറ്റി അവിടെ കുറയും. അപ്പൊ ട്രാഫിക് സിഗ്നലിന്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യും? സ്പീഡ് കുറയ്ക്കും. വെൻ എ കാർ ഈസ് സ്റ്റോപ്ഡ് അറ്റ് ദ ട്രാഫിക് സിഗ്നലിന്റെ അവിടെ കാറ് സ്റ്റോപ്പ് ചെയ്യുന്നത്. അതുപോലെ ട്രെയിൻ അറൈവ്ഡ് അറ്റ് സ്റ്റേഷൻ, സ്പീഡ് വരുന്ന ട്രെയിൻ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തെത്തുമ്പോഴത്തേക്ക് അതിന്റെ സ്പീഡ് കുറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യും. അതും എന്താണ്? വെലോസിറ്റി കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ്. ഈസ് ദെയർ ആൻ ആക്സിലറേഷൻ വെൻ ദ സ്പീഡ് ഡിക്രീസസ്?
സ്പീഡ് കുറയുമ്പോൾ അവിടെ ആക്സിലറേഷൻ ഉണ്ടാവുന്നുണ്ടോ എന്ന് ചോദിച്ചേക്കുന്നത്. ഉണ്ടാവുന്നുണ്ട്. അതെന്താ, ഇനി അടുത്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സ്പീഡ് കുറയുമ്പോൾ നെഗറ്റീവ് ആക്സിലറേഷൻ ആണ് ഉണ്ടാവുന്നത്. അതിനെപ്പറ്റി നമുക്കിനി കൂടുതൽ പഠിക്കാം. ഒബ്സർവ് ദ ഫിഗർ. ഈ ഫിഗർ നോക്കിക്കേ. ഒരാൾ ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്ത് പോവാണ്. അദ്ദേഹത്തിന്റെ തുടക്കത്തിലെ സ്പീഡ് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതേപോലെ തന്നെ അവസാനം അദ്ദേഹം വണ്ടി നിർത്തി. അതുകൊണ്ടാണ് ഇവിടെ എന്ത് 0 മീറ്റർ പെർ സെക്കൻഡ് വന്നിട്ടുള്ളത്. നോക്കാം. ദ ഇൻഫോർമേഷൻ റിലേറ്റഡ് ടു ദ മോഷൻ ഓഫ് എ ബൈക്ക് ഈസ് ഗീവൺ ഇൻ ദ ഫിഗർ. ഈ ഫിഗർ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഈ ടേബിൾ ഫില്ല് ചെയ്യണം. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ അനലൈസിംഗ് ദ ഫിഗർ 2.9. ഈ ഫിഗർ അനലൈസ് ചെയ്തിട്ട് ടേബിൾ ഫില്ല് ചെയ്യാൻ പോവാണ് നമ്മൾ. സ്റ്റേജസ് ഓഫ് മോഷൻ. മോഷന്റെ സ്റ്റേജസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓരോ സ്റ്റേജിലും ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റി എഴുതണം, ചേഞ്ച് ഇൻ വെലോസിറ്റി എഴുതണം, ടൈം ടേക്കൺ എഴുതണം, അതേപോലെ തന്നെ റേറ്റ് ഓഫ് ചേഞ്ച്. റേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു സെക്കൻഡിലുള്ളത് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എഴുതണം. ഒരു സെക്കൻഡിൽ ഉള്ളത് കണ്ടുപിടിക്കണം. അതായത് ഒരു യൂണിറ്റിലുള്ള ചേഞ്ച് ഇൻ വെലോസിറ്റി, ഒരു യൂണിറ്റിലുള്ള ചേഞ്ച് ഇൻ വെലോസിറ്റി കണ്ടുപിടിക്കണം. ആദ്യം ഫ്രം പി ടു ക്യൂ. പിയിൽ നിന്ന് ക്യൂയിലേക്ക് അദ്ദേഹം പോവാണ്. പി ക്യൂ. ഈസി. ഇനിഷ്യൽ വെലോസിറ്റി ഏതാണ്? 20 മീറ്റർ പെർ സെക്കൻഡ്. ഫൈനൽ വെലോസിറ്റി 15 മീറ്റർ പെർ സെക്കൻഡ്. ടൈം ടേക്കൺ 10 മൈനസ് 0, അതായത് 10 സെക്കൻഡ് സമയം എടുത്താണ് അദ്ദേഹം പിയിൽ നിന്ന് ക്യൂയിലേക്ക് എത്തിയത്. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി 20, ഫൈനൽ വെലോസിറ്റി 15. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യണം. അതായത് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി. 15 മൈനസ് 20, അതായത് 15 മൈനസ് 20 മൈനസ് 5 ആണ്. ടൈം ടേക്കൺ ഫോർ ദ ചേഞ്ച് ഇൻ വെലോസിറ്റി നമ്മൾ പറഞ്ഞായിരുന്നു 10 സെക്കൻഡ്സ് ആണ്. അതുപോലെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? -5 ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ 10. -5 ഡിവൈഡഡ് ബൈ 10, ദാറ്റ് ഈസ് ഇക്വൽ ടു -0.5. ഓക്കെ. അടുത്ത ഇൻസ്റ്റൻസ് Q to R. Q ഇവിടെ, R ഇവിടെ. ഇനിഷ്യൽ വെലോസിറ്റി 15 മീറ്റർ പെർ സെക്കൻഡ്, ഫൈനൽ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ്. ടൈം ടേക്കൺ എന്ന് പറയുന്നത് 15 മൈനസ് 10, എത്ര? 5 സെക്കൻഡ്സ്. ടൈം ടേക്കൺ 5 സെക്കൻഡ്സ്. അപ്പൊ നമുക്ക് ബാക്കി നോക്കാം. ഇനിഷ്യൽ വെലോസിറ്റി 15, ഫൈനൽ വെലോസിറ്റി 10, ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ 10 മൈനസ് 15 മൈനസ് 5. ടൈം ടേക്കൺ എന്ന് പറയുമ്പോൾ 5. അതുപോലെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി -5. -5 ഡിവൈഡഡ് ബൈ 5. ഇക്വേഷൻ പഠിച്ചു വെക്കണേ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് നമുക്ക് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് -1 ആണ് ആൻസർ കിട്ടുന്നത്. അതുപോലെ തന്നെ R2S. ഇനിഷ്യൽ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ്, ഫൈനൽ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ്. ടൈം ടേക്കൺ എത്രയാണ്? 20 മൈനസ് 15, 5 സെക്കൻഡ്സ്. 5 സെക്കൻഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇനിഷ്യൽ വെലോസിറ്റി 10, ഫൈനൽ വെലോസിറ്റി 5, ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ 5 മൈനസ് 10. 5 മൈനസ് 10 മൈനസ് 5. ടൈം ടേക്കൺ 5. അതുപോലെ തന്നെ ചേഞ്ച് ഇൻ വെലോസിറ്റി -5 ഡിവൈഡഡ് ബൈ 5. ഇതുണ്ട് ഈ -5, ഇവിടുത്തെ -5 ഡിവൈഡഡ് ബൈ 5. നമുക്കിപ്പോ -1 ആൻസർ കിട്ടും. എങ്ങനെയാ വന്നെന്നറിയാലോ? ഒരു നമ്പർ നെഗറ്റീവ്, ഒരു നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ ഡിവിഷനിൽ എന്താണ്? നെഗറ്റീവ് സൈൻ വരും. 2 നെഗറ്റീവ് ആയിരുന്നെങ്കിൽ ആൻസറിൽ പോസിറ്റീവ് വന്നേനെ. ഒരു നമ്പർ നെഗറ്റീവും പോസിറ്റീവും ആണെങ്കിൽ ആൻസറിൽ നെഗറ്റീവ് വരും കേട്ടോ. അത് ഓർത്തോണേ. അത് മാത്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഫ്രം എസ് ടു ടി. എസിൽ നിന്ന് ടി വരെ. എസിൽ നിന്ന് ടി വരെയുള്ള ടൈം 20 സെക്കൻഡ്, 40 സെക്കൻഡ്. അപ്പം 40 മൈനസ് 20 ചെയ്യുമ്പോൾ എത്ര സെക്കൻഡ്സ് ആണ്? 20 സെക്കൻഡ്സ് അല്ലെ? 40 മൈനസ് 20 ചെയ്തപ്പോൾ 20 സെക്കൻഡ്സിൽ ഉണ്ടായ വെലോസിറ്റി എന്ന് പറയുന്നത് 0 മൈനസ് 5 ആണ് ഉണ്ടായ വെലോസിറ്റി. നമുക്ക് നോക്കാം. ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി 5ഉം ഫൈനൽ വെലോസിറ്റി 0 ആണ്. ഇനിഷ്യൽ വെലോസിറ്റി 5, ഫൈനൽ വെലോസിറ്റി 0. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ 0 മൈനസ് 5. ടൈം ടേക്കൺ എന്ന് പറയുന്നത് 20. അതായത് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചല്ലേ, ഇവിടെ 40 മൈനസ് 20 ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നേ? 20. അതേപോലെ ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ നേരത്ത് ചേഞ്ച് ഇൻ വെലോസിറ്റി ആയിട്ടുള്ള -5നെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്ത് 20 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അപ്പം 0.25 എന്ന് പറഞ്ഞ് കിട്ടും. ഇറ്റ് ഈസ് സീൻ ദാറ്റ് വെലോസിറ്റി ഈസ് ഡിക്രീസിങ് ഹിയർ. ഇത് എന്ത് പറയാനാണ് നമ്മൾ ഈ ടേബിൾ ഫില്ല് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. The rate of decrease in velocity is negative acceleration or retardation. വെലോസിറ്റി കുറഞ്ഞു വരുന്നതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? നെഗറ്റീവ് ആക്സിലറേഷൻ. നെഗറ്റീവ് ആക്സിലറേഷന് മറ്റൊരു പേരാണ് റീറ്റാർഡേഷൻ. പഠിക്കണേ. നെഗറ്റീവ് ആക്സിലറേഷന്റെ മറ്റൊരു പേര് എന്താണ്? റീറ്റാർഡേഷൻ. ഇമ്പോർട്ടന്റ് ആണ്.
ഇറ്റ്സ് യൂണിറ്റ് ഈസ് ഓൾസോ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സിലറേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നെയാണ്. അതുപോലെ റീടാർഡേഷന്റെ യൂണിറ്റും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. Should negative sign be given while writing the value of retardation? Retardation value എഴുതുമ്പോൾ നെഗറ്റീവ് സൈൻ കൊടുക്കണോ? വേണ്ട. നോ. ബിക്കോസ് നെഗറ്റീവ് ആക്സിലറേഷൻ ഈസ് കോൾഡ് റീടാർഡേഷൻ. റീടാർഡേഷൻ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരേണ്ടത് നെഗറ്റീവ് ആണെന്നാണ്. അപ്പൊ നെഗറ്റീവ് ആക്സിലറേഷനെയാണ് നമ്മൾ റീടാർഡേഷൻ എന്ന് വിളിക്കുന്നത്. റീടാർഡേഷൻ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആക്സിലറേഷൻ ആയതുകൊണ്ട് നമ്മൾ അവിടെ നെഗറ്റീവ് സൈൻ ഇടേണ്ട കാര്യമില്ല. ബിക്കോസ് നെഗറ്റീവ് ആക്സിലറേഷൻ ഈസ് കോൾഡ് റീടാർഡേഷൻ. An object started from the rest and attained a velocity of 10 meter per second in 5 seconds. What is its acceleration? What is the acceleration if it comes to rest in 5 seconds? What is the retardation? ഇനി ഈ ഒരു പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇനിഷ്യൽ വെലോസിറ്റി u0 ആണ്. കാരണം എന്താ? ഒബ്ജക്ട് സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ഇനിഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. അത് ഓർത്ത് വെക്കുക. ഒബ്ജക്ട് സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്. ഒബ്ജക്ട് റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇനിഷ്യൽ വെലോസിറ്റി എന്താണ്? 0. ഫൈനൽ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ്. അറ്റൈൻസ് എ വെലോസിറ്റി ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ്. ടൈം ടേക്കൺ 5 സെക്കൻഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി ഡയറക്റ്റ് ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. ആക്സിലറേഷൻ v minus u by t. ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ബൈ ടൈം. ഇവിടെ ഫൈനൽ വെലോസിറ്റി 10 ആണ്, ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്, ഡിവൈഡഡ് ബൈ 5. അപ്പൊ നമുക്ക് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് കിട്ടി. ആൻസർ കിട്ടി. വെലോസിറ്റി ആൻസർ കിട്ടി. ഇനി അടുത്ത ബി ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒബ്ജക്ട് സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്. റെസ്റ്റിൽ നിന്ന് തുടങ്ങുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. അതേപോലെ കംസ് ടു റെസ്റ്റ് എന്ന് പറയും. വേറെ ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഒബ്ജക്ട് കംസ് ടു റെസ്റ്റ് എന്നായിരിക്കും വരുന്നത്. അപ്പം അതായത് അവ ഓടിക്കൊണ്ടിരുന്ന വണ്ടി റെസ്റ്റിലേക്ക് എത്തിയിരുന്നു. അപ്പൊ അവരുടെ ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ഇത് രണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. What is the acceleration എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി what is the acceleration if it comes to rest in 5 second? 5 സെക്കൻഡ് കഴിയുമ്പോൾ അത് റെസ്റ്റിലേക്ക് വരികയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഫൈനൽ വെലോസിറ്റി 0 ആയി. അപ്പൊ ഇപ്പം ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ്. 10 മീറ്റർ പെർ സെക്കൻഡിൽ അത് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓടിക്കൊണ്ടിരുന്ന വണ്ടി എന്ത് ചെയ്തു? 5 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നിർത്തി. അപ്പൊ ഫൈനൽ വെലോസിറ്റി 0, ഇനിഷ്യൽ വെലോസിറ്റി 10. ഇനിഷ്യൽ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ്, ഫൈനൽ വെലോസിറ്റി 0, ടൈം ടേക്കൺ എന്ന് പറയുന്നത് 5 സെക്കൻഡ്സ്. ആക്സിലറേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇക്വേഷൻ ഇടുക. v മൈനസ് u ബൈ ടി. അതിനുശേഷം 0 മൈനസ് ഫൈനൽ വെലോസിറ്റി 0 മൈനസ് 10 ഡിവൈഡഡ് ബൈ 5. അപ്പൊ നമുക്ക് -2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ആക്സിലറേഷൻ കിട്ടി -2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ ഇതെന്താ? നെഗറ്റീവ് വന്നു. നെഗറ്റീവ് ആക്സിലറേഷൻ. നെഗറ്റീവ് ആക്സിലറേഷൻ നമ്മൾ വിളിക്കുന്ന പേരെന്താ? റീടാർഡേഷൻ. റീടാർഡേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ഇടേണ്ട? നെഗറ്റീവ് സൈൻ ഇടേണ്ട കാര്യമില്ല. അപ്പം റീടാർഡേഷൻ ഇസിക്കൽ ടു 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. റീടാർഡേഷൻ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എന്താ പറയേണ്ടത്? നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. A vehicle traveling at a speed of 5 meter per second is brought to rest in. കണ്ടോ? ഇവിടെ വീണ്ടും വന്നു brought to rest. അപ്പൊ ഫൈനൽ വെലോസിറ്റി എന്താണ്? 0 in 2 സെക്കൻഡ്. 5 മീറ്റർ പെർ സെക്കൻഡിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന 5 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു വെഹിക്കിള് 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നിർത്തി. കാൽക്കുലേറ്റ് ദ റീടാർഡേഷൻ ഓഫ് ദ വെഹിക്കിൾ. വെഹിക്കിളിന്റെ റീടാർഡേഷൻ കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 0. കംസ് ടു റെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിന്നു. ഫൈനൽ വെലോസിറ്റി 0. ടൈം ടേക്കൺ എത്രയാണ്? 2 സെക്കൻഡ്സ് ആണ്. ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡയറക്ട്ലി ഇട്ട് കൊടുത്താൽ മതി. v മൈനസ് u ബൈ ടി. 0 മൈനസ് 5 ബൈ 2. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? -2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സിലറേഷൻ -2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പം റീടാർഡേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ മൈനസ് ഇടാതെ 2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന് എഴുതണം. അപ്പൊ റീടാർഡേഷൻ എന്താണ്? 2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. If the velocity of an object in the second is 40 meter per second. അപ്പോൾ ഒരു ഒബ്ജക്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ 2 സെക്കൻഡ് ആയപ്പോഴത്തേക്ക് അതിന്റെ വെലോസിറ്റി 40 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. അതിനുശേഷം 4ാമത്തെ സെക്കൻഡിൽ അതിന്റെ വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡ്. അപ്പം 2ാമത്തെ സെക്കൻഡിൽ 40 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി. 4ാമത്തെ സെക്കൻഡിൽ 30 മീറ്റർ പെർ സെക്കൻഡ് ആയി വെലോസിറ്റി. വാട്ട് ഇസ് ദ ആക്സിലറേഷൻ? ഈസി അല്ലേ കണ്ടുപിടിക്കാൻ? ഇത് ഒരു ജസ്റ്റ് ഒരു ഇങ്ങനെ കൊടുത്ത് ഇതിന്റെ ക്വസ്റ്റ്യൻ സ്ട്രക്ചർ കാണുമ്പോൾ നമുക്ക് ചെറിയൊരു ഡൗട്ട് വരും. പക്ഷെ ആ ഡൗട്ടിന്റെ ഒരു ആവശ്യമില്ല. സെക്കൻഡും 4th സെക്കൻഡും തന്നിരിക്കുന്നത്. അപ്പം 2ാമത്തെ സെക്കൻഡിലെ വെലോസിറ്റിയാണ് നമ്മുടെ ഇനിഷ്യൽ വെലോസിറ്റി. 4th സെക്കൻഡിലെ വെലോസിറ്റിയാണ് നമ്മുടെ ഫൈനൽ വെലോസിറ്റി.
ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ അറിയാലോ, അതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. നോക്കാം. അതായത് സെക്കൻഡിൽ വെലോസിറ്റി 40 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു, ഫോർത്ത് സെക്കൻഡിൽ വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള ടൈം കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 4 - 2 ചെയ്യുമ്പോൾ 2 സെക്കൻഡ്സ് ആണ് അതിന്റെ ഇടയിലുള്ള ടൈം. അപ്പൊ ആക്സിലറേഷൻ നമുക്ക് ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി, v-u/t ദാറ്റ് ഇസ് ഈക്വൽ ടു 30 - 40 ഡിവൈഡഡ് ബൈ 2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? -5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. ആക്സിലറേഷൻ ആണ് -5, റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് സൈൻ മാറ്റുക, റിട്ടാർഡേഷൻ ഇസ് ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വെലോസിറ്റി അറ്റ് 8 സെക്കൻഡ്? 8 സെക്കൻഡിലെ വെലോസിറ്റി കൂടി നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാം. ഇനീഷ്യൽ വെലോസിറ്റി ആയിട്ട് ഞാൻ എടുത്തത് സെക്കൻഡിലെ വെലോസിറ്റി ആണ്, അതുകൊണ്ട് ടൈം ടേക്കൺ സെക്കൻഡ് മുതൽ 8 സെക്കൻഡ് വരെ ഇടയ്ക്കുള്ള സമയമാണ്. ഇനിഷ്യൽ വെലോസിറ്റി ആയിട്ട് എടുത്തത് 40 മീറ്റർ പെർ സെക്കൻഡ് ആയതുകൊണ്ട് തന്നെ അത് സെക്കൻഡിലെ വെലോസിറ്റി ആണല്ലോ 40 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ടൈം ടേക്കൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കണ്ടുപിടിക്കേണ്ട സമയം മൈനസ് ഇനിഷ്യൽ വെലോസിറ്റിയുടെ ടൈം. 8 - 2 = 6. ടൈം ടേക്കൺ 6 സെക്കൻഡ്സ്. ടൈം ടേക്കൺ എത്രയാണ്? 6 സെക്കൻഡ്സ്. അതിനുശേഷം ആക്സിലറേഷൻ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കാണ്. ആക്സിലറേഷൻ -5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഫൈനൽ വെലോസിറ്റി u+at എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് ഏത് ഇക്വേഷനിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നതാണ്? a = v - u/t എന്ന് പറഞ്ഞ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തുന്നത്. അപ്പൊ v = u+at that is equal to 40 plus a. ആക്സിലറേഷൻ -5 into time taken 6. അപ്പൊ 40 plus -5 into 6 -30. അപ്പൊ 40 plus -30 എന്ന് പറയുന്നത് 10 ആണ്. 40 - 30 10 meter per second. അടുത്ത ടോപ്പിക് യൂണിഫോം ആക്സിലറേഷൻ ആൻഡ് നോൺ യൂണിഫോം ആക്സിലറേഷൻ. Was the acceleration obtained as per table 2.6 the same on each occasion? Table 2.6 നമുക്ക് എടുത്തു നോക്കാം. ടേബിൾ 2.6 ഒക്കേഷൻസിലെല്ലാം ഉള്ള ആക്സിലറേഷൻ സെയിം ആയിരുന്നു. എല്ലാ ഒക്കേഷൻസിന്റെ ആക്സിലറേഷൻ എത്ര? 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതിന്റെ ആക്സിലറേഷൻ എല്ലാം എന്തായിരുന്നു? സെയിം ആയിരുന്നു. ആൻഡ് ടേബിൾ 2.7 എടുത്തു കഴിഞ്ഞാൽ ആക്സിലറേഷൻ സെയിം ആണോ? അല്ല, ആക്സിലറേഷൻ ഒക്കെ എന്താണ്? ഡിഫറെന്റ് ആണ്. 2.7 നോക്കിക്കഴിഞ്ഞാൽ ആക്സിലറേഷൻ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് കാണാനായിട്ട് പറ്റും. അപ്പം വാട്ട് അബൌട്ട് ആക്സിലറേഷൻ ഒബ്റ്റെയിൻ ഇൻ ടേബിൾ 2.7? ഡിഫറെന്റ് ആയിരുന്നു അല്ലേ? സെയിം ആണോ? അല്ല. Was the acceleration obtained as per 2.6 the same on each occasion? ഓരോ ഒക്കേഷനിലും ഈച്ച് ഒക്കേഷനിലും 2.6 ആക്സിലറേഷൻ എന്തായിരുന്നു? സെയിം ആയിരുന്നു. ഇവിടെ സെയിം ആണ്, ഇവിടെ സെയിം അല്ല. അടുത്ത, an object is in uniform acceleration if the rate of change of velocity is equal at equal interval of time. ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ ഉണ്ടാവുന്ന വെലോസിറ്റിയുടെ ചേഞ്ച് ഈക്വൽ ആണെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് യൂണിഫോം ആക്സിലറേഷനിലാണ് മൂവ് ചെയ്യുന്നതെന്ന് പറയാം. But the rate of change of velocity of an object varies differently at equal interval of times. Equal interval of ടൈമില് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, റേറ്റ് ഓഫ് വെലോസിറ്റി ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? നോൺ യൂണിഫോം ആക്സിലറേഷൻ ആയിരിക്കും. മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട്, ഈ ബോക്സ് നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, ആക്സിലറേഷൻ എന്ത് ചെയ്യാണ്? റേറ്റ് ഓഫ് ചേഞ്ച് വെലോസിറ്റിയുടെ റേറ്റ് എന്ത് ചെയ്തോണ്ടിരിക്കുകയാണ്? ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഇത് നോൺ യൂണിഫോം ആണ്. അതേപോലെ ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമില് വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന മാറ്റം ഇവിടെ സെയിം ആണ്. ചേഞ്ച് ഓഫ് വെലോസിറ്റി ഇവിടെ സെയിം ആണ്. അതുകൊണ്ട് ഇത് യൂണിഫോം ആക്സിലറേഷൻ. നെക്സ്റ്റ്, യു ഹാവ് അക്വയർഡ് സം ഐഡിയാസ് അബൌട്ട് സ്പീഡ്, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. സ്പീഡിനെ കുറിച്ചും വെലോസിറ്റിനെ പറ്റിയും ആക്സിലറേഷനെ പറ്റിയും നമുക്ക് ഒരു ഐഡിയ കിട്ടി. ഓവർ സ്പീഡിംഗ് ഓഫ് വെഹിക്കിൾ കോസസ് ആക്സിഡന്റ്. നമ്മൾ ഒരുപാട് സ്പീഡിൽ പോവുകയാണെങ്കിൽ, വണ്ടികൾ പോവുകയാണെങ്കിൽ അതെന്തായിരിക്കും? ആക്സിഡന്റിന് കാരണമാവും. അപ്പൊ ഒരുപാട് സ്പീഡിൽ വണ്ടി ഓടിച്ച് എന്ത് സംഭവിക്കും? ആക്സിഡന്റ്സ് സംഭവിക്കും. We must strictly follow traffic rules to reduce accidents. ആക്സിഡന്റ്സ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ട്രാഫിക് റൂൾസ് കൃത്യമായിട്ട് പാലിക്കണം. Are accidents caused only by over speeding of vehicles? വെഹിക്കിൾസിന്റെ ഓവർ സ്പീഡ് കൊണ്ട് മാത്രമാണോ ആക്സിഡന്റ്സ് സംഭവിക്കുന്നത്? അല്ല. No. Shouldn't pedestrians also follow the traffic rules? Pedestrians എന്ന് വെച്ചാൽ കാൽനടയാത്രക്കാരും ട്രാഫിക് റൂൾസ് ഫോളോ ചെയ്യേണ്ട വേണം. നമ്മൾ കാൽനടയാത്രക്കാരും ട്രാഫിക് റൂൾസ് ഫോളോ ചെയ്യണം. Which are the traffic rules for pedestrians to follow? കാൽനടയാത്രക്കാർ ഏതെല്ലാം ട്രാഫിക് റൂൾസ് ആണ് ഫോളോ ചെയ്യേണ്ടത്? Pedestrians should walk along the right side of the road. കാൽനടയാത്രക്കാർ റോഡിന്റെ വലതുവശത്തൂടെ വേണം നടക്കാൻ. Crossing the road only at the zebra crossing.
റോഡ് ക്രോസ് ചെയ്യാൻ നേരത്ത് സീബ്ര ക്രോസിംഗ് വഴി വേണം നമ്മൾ റോഡ് ക്രോസ് ചെയ്യേണ്ടത്. ഒബേ ദ ട്രാഫിക് സിഗ്നൽസ് ഒബേ ചെയ്യുക, അനുസരിക്കുക. നമ്മൾ സീബ്ര ക്രോസിംഗ് വഴി മാത്രമേ റോഡ് ക്രോസ് ചെയ്യാവൂ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ലുക്ക് ലെഫ്റ്റ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് അഗെയിൻ ബിഫോർ ക്രോസിംഗ് ദ റോഡ്. റോഡ് ക്രോസ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം ലെഫ്റ്റിൽ നോക്കണം, പിന്നെ റൈറ്റിൽ നോക്കണം, പിന്നീട് ഒരു വട്ടം കൂടെ ഇങ്ങോട്ട് നോക്കണം, ലെഫ്റ്റിലേക്ക് നോക്കി വണ്ടി ഒന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ റോഡ് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത പാട്ടുമായിട്ട് നമുക്ക് ഉടനെ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ഇതുപോലെ വേറെ ഏതെങ്കിലും ചാപ്റ്റേഴ്സിന്റെ വീഡിയോസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് കമന്റ് സെക്ഷനിൽ കമന്റ് ഇടുക. നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, ബൈ.